അതിലിപ്പോൾ സീതാറാമൻ്റെ ഒരു ഗുണം ഇത് തന്നെയാണ്. എല്ലാവരുമായിട്ടും തുല്യതയോടുകൂടി സംസാരിക്കാൻ കഴിയുമായിരുന്നു. നമുക്ക് ഏത് പ്രശ്നവും അദ്ദേഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാം. അത് ഒരു നല്ല ആത്മബന്ധം എല്ലാവരുമായിട്ടും, ഇപ്പോൾ പത്രക്കാരാകാം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാകാം. ഞാൻ SFIയൊക്കെ വിടുന്ന ഘട്ടത്തിലാണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് 2000 അദ്ദേഹം വരികയുണ്ട്. അപ്പോൾ ന്യൂമോതൊറാക്സ് എന്നുള്ള അസുഖം, ന്യൂമോണിയയുടെ തന്നെ വേറെ രൂപം. അപ്പോൾ അദ്ദേഹത്തിനോട് എൻ്റെ ഫാദറും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് പുകവലിയുടെയൊക്കെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് എൻ്റെ ഫാദർ മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അന്ന് 2000 അപ്പോൾ അന്ന് പോലും നമ്മളെപ്പോലുള്ള ആളുകളെ ആ സന്ദർഭത്തിൽ വരാനും അതിൻ്റെ ആശ്വസിപ്പിക്കാനൊക്കെ അത്ര ഒരു ബന്ധം വിദ്യാർത്ഥി സഖാക്കളുമായിട്ട് പോലും അദ്ദേഹം പുലർത്തിയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സംസാരിക്കുമ്പോൾ നമുക്കൊരു തെളിമ, ഒരു വ്യക്തത കിട്ടും. ഏത് സങ്കീർണമായ പ്രശ്നത്തെ അദ്ദേഹം വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ കെട്ടഴിച്ച് തരാൻ കഴിയുന്ന ഒരു കഴിവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിന് പകരമാര് ഈ ചോദ്യം എല്ലാ ഘട്ടത്തിലും എപ്പോഴും വരാം. നമുക്ക് ഓരോ ഘട്ടവും ഓരോ ചരിത്രം ഓരോ വ്യക്തിയെയും രൂപപ്പെടുത്തിയെടുക്കും. അവരുടെ ഇപ്പോൾ ഈ നവരത്നങ്ങളായിരുന്നു CPMൻ്റെ രൂപീകരണ ഘട്ടത്തിലെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. അവർ പിക്ക് ചെയ്തെടുത്ത ഒരു നേതൃനിരയുണ്ടായിരുന്നു. ഇപ്പോൾ സീതാറാമും പ്രകാശിനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ തന്നെ കണ്ടെത്തി വളർത്തിക്കൊണ്ട് നേതൃനിരയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരാൾ പോകുമ്പോൾ പെട്ടെന്നൊരു ശൂന്യത സ്വാഭാവികമായിട്ടും വരും. പക്ഷെ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യ ജീവിതത്തിൽ അത്തരം വിടവാങ്ങലുകൾ എന്നുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? അത് ഒരു കളക്റ്റീവ് പ്രവർത്തനത്തിലൂടെയാണ്. അതിന് പകരം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3-4 നേതൃനിരയിൽ ഉണ്ടായിരുന്നവരുടെ ഗുണങ്ങളെല്ലാം ഒന്നിലേക്ക് നമുക്ക് ചുരുക്കി കാണാൻ അല്ലെങ്കിൽ ഒന്നിലേക്ക് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് സഖാവ് സീതാറാമാണെന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരു ഔന്നത്യം എല്ലാ തലങ്ങളിലും ശൈക്ഷണികമായി, രാഷ്ട്രീയമായി അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് എല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുന്നണി രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളിലും ധീരമായി ഇടപെടുന്നതിൽ എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് ഒരു പകരം എന്നുള്ളതല്ല, സാധാരണഗതിയിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുക. വളരെ കടുപ്പമുള്ള ഒരു അല്ലെങ്കിൽ ദുഷ്കരമായൊരു ദൗത്യമാണ് സഖാവ് സീതാറാമന് പെട്ടെന്ന് പകരം ഒരാളെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി എപ്പോഴും കളക്റ്റീവായിട്ടാണ്, എല്ലാവരും കൂട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിലൂടെ ഈ സാഹചര്യത്തെ മറികടക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുൻപിലുള്ള ഒരു വഴി എന്നുള്ളത്.